ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമികളിൽ ഒന്നാണ് ചിലിയിലെ അറ്റക്കാമ. ഇപ്പോൾ ആ പ്രദേശത്തിന് പൂഴിമണലിന്റെ നിറമല്ല, ആ ഭൂമിയാകെ വശ്യമനോഹരമായ പിങ്ക് നിറമാണ്. അവിടെ അസാധാരണമായ പൂക്കാലമാണ്. ഏറ്റവും ചൂടുകൂടിയ നോൺ പോളാർ മരുഭൂമിയിൽ ഒന്നാണ് അറ്റക്കാമ. സാധാരണയായി പ്രതിവർഷം ശരാശരി 2 മില്ലിമീറ്റർ മാത്രമാണ് ഇവിടെ മഴ ലഭിക്കുന്നത്. ചില വർഷങ്ങളിൽ അസാധാരണമായി പെയ്യുന്ന മഴയെ തുടർന്ന് അറ്റക്കാമ മരുഭൂമിയിൽ, പ്രത്യേകിച്ച് തെക്കൻ മേഖലകളിൽ ആയിരക്കണക്കിന് പൂക്കൾ വിടരും. ഈ മനോഹരമായ പ്രതിഭാസമാണ് ഡെസേർട്ടോ ഫ്ലോറിഡോ. ഈ പൂക്കാലം പൊതുവെ 5-7 വർഷത്തിലൊരിക്കലാണ് സംഭവിക്കാറ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം സമീപ വർഷങ്ങളിൽ ഇതിന്റെ ഇടവേളകളിൽ മാറ്റം വന്നിട്ടുണ്ട്. തെക്കൻ അർദ്ധഗോളത്തിലെ ശീതകാലത്ത്, അതായത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ലഭിക്കുന്ന അപ്രതീക്ഷിത മഴയാണ് പൂക്കൾ വിടരുന്നതിന് കാരണം. വിത്തുമുളച്ച് പൂവാകാൻ പിന്നെയും സമയമെടുക്കും. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള വസന്തകാലത്ത് മരുഭൂമിയാകെ പൂപ്പാടമായി മാറും. ഈ വർഷം അറ്റക്കാമയിൽ ഉണ്ടായത് സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ പൂക്കാലങ്ങളിൽ ഒന്നാണ്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ചില ഉയർന്ന പ്രദേശങ്ങളിൽ 60 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചു. റോസ് വയലറ്റ് നിറങ്ങളിലുള്ള പൂക്കളാണ് ഇത്തവണ കൂടുതലായി കാണുന്നത്. പാദ ഡെ ഗ്വാനാക്കോ, ആനന്യൂക്ക എന്നിങ്ങനെയാണ് ഈ തദ്ദേശീയ പൂക്കളുടെ പേരുകൾ. മഞ്ഞ, ചുവപ്പ്, നീല, വെള്ള നിറങ്ങളിലുള്ള 200-ലധികം ഇനം പൂക്കളുടെ വിത്തുകൾ മരുഭൂമിയിലെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഈ പൂക്കാലം മരുഭൂമിയിലെ ജീവജാലങ്ങൾക്കും ഒരു ജീവൻ രക്ഷാ മാർഗമാണ്. പല്ലികൾ, സസ്തനികൾ, പക്ഷികൾ, ഷഡ്പദങ്ങൾ എന്നിവ ഇവിടേക്ക് എത്തുന്നു. ഈ അമൂല്യ പ്രതിഭാസത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഡെസേർട്ട് ബ്ലൂം നാഷണൽ പാർക്ക് 2023 ചിലി സർക്കാർ സ്ഥാപിച്ചു. വിനോദസഞ്ചാരികളോട് പൂക്കൾ പറിക്കരുതെന്നും വാഹനങ്ങൾ പൂക്കൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ ഓടിക്കരുതെന്നും കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം പൂക്കൾ ശേഖരിക്കുന്നത് വിത്തുകൾ ഇല്ലാതാക്കാൻ കാരണമായേക്കും. ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ അപൂർവ കാഴ്ചയ്ക്ക് ഇനിയും ചുരുങ്ങിയത് 5 വർഷം കാത്തിരിക്കണം. അതുകൊണ്ടിപ്പോൾ കണ്ണു നിറയെ കണ്ടോളൂ. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.